ഇന്ന് ഞങ്ങൾ ഒരു ചെമ്മീൻ കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മോൻ വന്നപ്പോൾ ഇച്ചിരി ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നേ. അവൻ ചെമ്മീൻ ഭ്രാന്തനാണ്. അവന് ചെമ്മീനാണ്, എപ്പോഴും ചെമ്മീൻ വേണം. കൊണ്ടുവന്ന മുതൽ തീയൽ വെക്കാൻ പറഞ്ഞു. അതായത് തീയൽ വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഞാൻ എണ്ണ ഒഴിക്കുവാണ്. കടുകിട്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തി ഇടാം. തേങ്ങാക്കൊത്തിന് ഇച്ചിരി മൂപ്പുള്ളതുകൊണ്ട് തേങ്ങാക്കൊത്തി തീയലിന് ഏറ്റവും നല്ല തേങ്ങാക്കൊത്ത്, അതായത് നല്ല ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് ഈ ചെമ്മീൻ തീയൽ വെച്ചാൽ. തേങ്ങാക്കൊത്ത് ശരി ശക്കലിൽ ഒന്ന് തേങ്ങാക്കൊത്ത് ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒരു ശകലം, എന്താണെന്ന് വെച്ചാൽ ഗ്യാസിനൊക്കെ നല്ല വെളുത്തുള്ളി, അത് ഏത് കറിക്കും വെളുത്തുള്ളി വെക്കണം. നമുക്ക് തീയലിനാണെങ്കിൽ ചേർക്കാം വെളുത്തുള്ളി. ഇത്രയും സാധനം ഒന്ന് മുക്കിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ തന്നെ അതായത് ചെമ്മീൻ എല്ലാം പൊളിച്ച് റെഡിയാക്കി അത് വെച്ച് ഞാനത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുക. ചെമ്മീൻ വേവിച്ചിട്ട് കൂടുതലുള്ള സാധനമാണ്, അല്ല നമ്മൾ മറ്റുള്ള മീൻ പോലെ അല്ല, ചെമ്മീൻ വേവ് കൂടുതലാണ്. കാരണം ചെമ്മീൻ വേവിച്ച് വെച്ചേക്കുവാണ്. ഇപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ്, അങ്ങനെ അത് പ്രത്യേക ടേസ്റ്റ് കിട്ടും ചെറിയുള്ളി കൂടുതൽ ഇട്ടാൽ. ചെറിയുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റും. ഏകദേശം കണ്ടോ കളർ മാറി വന്നിട്ടുണ്ട്, ഒരു മെറൂൺ കളർ പോലെ ആയി വന്നിട്ടുണ്ട് ഉള്ളി. ഇനി നമുക്കിതിലോട്ട് കരിവേപ്പില ഇടാം. അത് 2 തണ്ട് കറിവേപ്പില ഇട്ടു. അതൊന്നും ഇതിനകത്ത് ഇടുന്നു പച്ചപ്പിൻ്റെ മണം ഒന്നും. ഇതിൻ്റെയൊക്കെ പച്ചപ്പ് മണം മാറിയാലേ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല, എങ്കിലും എനിക്കറിയാം എൻ്റെ കറികളൊക്കെ എൻ്റെ മക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ കറികളൊക്കെ ഇട്ടാം. അങ്ങേറ്റം ഞങ്ങളുടെ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾക്ക് വരെ നമുക്കറിയാം. അങ്ങേറ്റം ഞങ്ങളുടെ BCBൻ്റെ ചേച്ചിമാർക്ക് വരെ ഞാൻ വെക്കുന്ന ഗ്രീൻ ബീൻസ് കറി ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അരച്ച് വെച്ച, അതായത് തേങ്ങായും മുളകും മല്ലിപ്പൊടിയും കൂടി വറുത്ത് അരച്ച് അതിൻ്റെ അരപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതൊന്ന് ചൂടായി കഴിയുമ്പോഴാണ് വെള്ളം ഒഴിച്ചു. ഇത് തിളച്ച് വരുന്നതിന് നമ്മൾ ഉപ്പ് ചേർക്കണം. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും പുളിയും ചേർത്താണ് നമ്മൾ ചെമ്മീൻ വേവിച്ച് വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് പുളി വേറെ ഇതിനകത്ത് ചേർക്കണ്ട, ആ പുളി മതി. അതുപോലെ നമ്മൾ തീയല വയ്ക്കുന്നു, ഒത്തിരി പുളി വേണ്ട, മതി. പിന്നെ ഞാൻ ഇതിനകത്ത് അല്ലാതെ സെപ്പറേറ്റ് ഒരു ശകല ഗരം മസാലയും കൂടെ ചേർക്കും. തീയലാന്ന് പറഞ്ഞാലും ചെമ്മീനെ അതിൻ്റെതായ ഒരു ഗുണം കൂടെ കിട്ടാൻ ഒരു ശകല ഗരം മസാല ഞാൻ ചേർക്കാറുണ്ട്. മൂത്ത മോന് അടിപൊളി ഇഷ്ടമുള്ള കാരണം കൊച്ചുമോൻ ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരാണ്. അവൻ വരുമ്പോൾ അവനിപ്പം പരാതിയാണ്. അവന് ഞാൻ കറിയൊന്നും വെച്ച് കൊടുക്കുന്നത് എല്ലാം ചേട്ടനെ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര പരാതിയാണ്. പക്ഷെ എന്നാലും ഞാൻ അവനെ വെച്ച് കൊടുക്കും വരുമ്പോൾ. കുറച്ച് പറ്റി വരുവാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ചെമ്മീൻ ഇടുവാണ്. ആയിട്ട് അരപ്പൊന്നും നല്ലവണ്ണം തിളച്ചൊന്ന് ഇതായി കഴിയുമ്പോൾ കറി റെഡി ആകുവാണ്. ഈ കറി ഉണ്ടാക്കുന്നതിന്റെ സന്തോഷത്തിൽ അവിടെ പാട്ട് ഗാനമേള ഉണ്ട്. കൊച്ചിനെ ഓർക്കുന്നതാണ്. കൊച്ചിനെ അവനെ ഏൽപ്പിച്ചേക്കും ഞങ്ങൾ. എന്നിട്ടാണ് ഞങ്ങളിവിടെ ഈ പരിപാടിയെല്ലാം നടത്തുന്നത്. തീയൽ ഒരുമാതിരി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. അതേ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്റെ മോനെ വിളിക്കാവേ. അവൻ എങ്ങോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുക. അതിനെ വിളിച്ച് നോക്കട്ടെ. മോനെ എന്തേ ഇങ്ങോട്ട് വന്നേ, ഈ കറിയുടെ നോക്കിയിട്ട് പോയേ. നീയല്ലേ ചെമ്മീൻ്റെ ആള്, നീ നോക്കി പറഞ്ഞാലേ എനിക്കത് തൃപ്തിയാകത്തുള്ളൂ. എടുത്ത് നോക്കേ. ചൂടുണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാണ്. മതി, ഞാൻ ഇതും കൊണ്ട് പോകും. അത് പിടിച്ച് നീ ഒരുങ്ങി എവിടെ പോകാൻ നീ പൊക്കോ, ഞങ്ങളിത് ബാക്കി റെഡിയാക്കിക്കോളാം. എല്ലാരും വായോ കഴിക്കാം.